വീഴ്ച പറ്റുമ്പോൾ, പാപം പറ്റുമ്പോൾ ഏറ്റു പറയണം, ക്ഷമിക്കണേ എന്ന് പറയണം. കർത്താവേ എനിക്ക് തെറ്റുപറ്റി എന്ന് പറയണം. നിങ്ങൾ ഒരാളോട് ആവശ്യമില്ലാതെ ചൂടായി, അല്ല നിങ്ങൾ ഒരാളെ കുറിച്ചൊരു വ്യാജം പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളെ കുറിച്ചൊരു പരദൂഷണം പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് പരിശുദ്ധാത്മ ബോധ്യം വരുമ്പോൾ കർത്താവിനോട് പറയണം, കർത്താവെ തെറ്റായി പോയി ക്ഷമിക്കണം. അപ്പോൾ കർത്താവ് പറയും അവനോട് കൂടെ പോയി ക്ഷമ ചോദിച്ചേക്കാൻ പറയും. ഇപ്പം അങ്ങോട്ട് പോയി ക്ഷമ ചോദിക്കണം, കഴിഞ്ഞു. പിന്നെ അടുത്ത ദിവസം നടുവേദന വരുമ്പോൾ നീ അന്ന് പരദൂഷണം പറഞ്ഞതിൻ്റെ വാദമാണെന്ന് സാത്താൻ പറഞ്ഞാൽ പറയണം, ഭോ യേശുവിൻ്റെ നാമത്തിൽ എന്ന് പറയണം. സാത്താൻ നമ്മളോട് പറയും, നീ ഇന്നലെ അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇന്ന് ഇങ്ങനെ വന്നത്. സാത്താൻ്റെ തന്ത്രമാണ്. അവന് നിന്റെ ദേഹത്ത് പിടിച്ചിരിക്കാൻ ഒരു വകുപ്പ് കിട്ടിക്കോട്ടെ, നീ അവനെ എതിർക്കരുത്, അവൻ ലീഗലായിട്ട് നിന്റെ ദേഹത്ത് ഇരുന്നോട്ടെ എന്നുള്ള ചിന്തയില്ല സാത്താൻ നുണ പറയുന്നേ. അപ്പം നീ പറയണം, ഞാൻ ചെയ്തതിൻ്റെ റിസൾട്ടിലല്ല ഞാൻ ജീവിക്കുന്നത്, യേശു ചെയ്തതിൻ്റെ റിസൾട്ടിലാണ് ഞാൻ ജീവിക്കുന്നത്, അതുകൊണ്ട് എനിക്ക് രോഗം വേണ്ട. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ദരിദ്രനാകുന്ന പ്രശ്നം ഉദിക്കുന്നില്ല എൻ്റെ ജീവിതത്തിൽ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും രോഗത്തിൽ ഞാൻ ജീവിക്കുകയല്ല. രോഗം വന്നാൽ കുടഞ്ഞ് ഞാൻ തോട്ടിക്കളയും യേശുവിൻ്റെ നാമത്തിൽ. അല്ലാതെ വിശുദ്ധ ചുമ എന്ന് പറഞ്ഞ് ഞാൻ നടക്കത്തില്ല. യേശുവിൻ്റെ നാമത്തിൽ അതിന് സൗഖ്യമാകും. ശരിയാ, രോഗം ശരീരത്തിലുണ്ട്, അപ്പോൾ തന്നെ യേശു സൗഖ്യമാക്കി എന്നുള്ള വചനത്തിന് മാറ്റമുണ്ടോ? കുറച്ച് നിൽക്കണം. എവിടം വരെ? സാത്താൻ പിൻവാങ്ങിപ്പോകും.